എന്റെ ജീവൻ എടുക്കാൻ എന്റെ ഏട്ടന്മാരെ തുനിഞ്ഞതിന്റെ കാരണവും ഈ സ്വത്തുക്കൾ തന്നെയല്ല. ഇന്നുവരെ എന്റെ അച്ഛൻ ചെയ്തതൊക്കെ ശരിയാ. ഈ ഒരു കാര്യത്തിൽ അച്ഛന് തെറ്റുപറ്റി. അച്ഛന്റെ ആത്മാവ് ഇപ്പോ വേദനിക്കുന്നുണ്ടാവും. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ അപ്പൊ ഗോമതി സ്റ്റോറിൽ നിന്ന് അകന്നു പോകാൻ തീരുമാനിച്ചു? അങ്ങനെയൊക്കെ വേണ്ടി വന്നിരിക്കുന്നു രാമേട്ട. വേണ്ടി വന്നിരിക്കുന്നു എന്നുവെച്ചാ നിനക്ക് ഗോമതി സ്റ്റോറിൽ നിന്ന് പോകാൻ സമ്മർദ്ദം ഉണ്ടായിരുന്നോ? അതോ ആരൊക്കെയോ കൂടി നിന്നെ പുറത്താക്കുകയാണെന്നോ? നീ പറയുന്നത് കേട്ടാ അങ്ങനെയൊക്കെയാണല്ലോടാ തോന്നുന്നേ. ഒരേ സ്ഥലത്ത് തന്നെ കെട്ടിക്കിടന്ന വളർച്ചയുണ്ടാവില്ല. കൊള്ളാം. ഒരേ സ്ഥലത്ത് എന്നെ കെട്ടിക്കിടന്നാൽ വളരാൻ പറ്റില്ലാന്ന്. നല്ല പ്രയോഗം. നീ പറഞ്ഞതെല്ലാം ശരിയാ. മാറിക്കൊണ്ടിരിക്കണം. കുറെ കാലം ഒരേ അച്ഛനെയും അമ്മയും കണ്ടുകൊണ്ടിരിക്കുമ്പോ അവരെ മാറ്റണം. ഒരേ വീട്ടിൽ താമസിച്ചാൽ വീട് മാറണം, നാട് മാറണം. ഒരേ ബന്ധം തന്നെ തുടരുമ്പോ ബന്ധങ്ങൾ മാറണം. രാമേട്ട, ഞാൻ കാണാത്ത അർത്ഥമൊന്നും കണ്ടുപിടിക്കല്ലേ. നീ കാണുന്ന അർത്ഥങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആകാശ്. നിനക്കിപ്പോ കാണപ്പെട്ട ദൈവം രവീന്ദ്ര സാറാ. അദ്ദേഹം പറയുന്നതാണ് വേദവാക്യം. ഇവിടെ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നു, അംഗീകാരം കിട്ടുന്നു. അങ്ങനെ ഒരു മായപ്പെട്ട് നീ ഭ്രമിച്ചു. എന്ത് ഭ്രമിച്ചു? അംഗീകരിക്കുക, സ്വാതന്ത്ര്യം തരിക എന്നൊക്കെ പറയുന്നത് ഒരു മിനിമം അവകാശം. അത് കിട്ടുന്നിടത്തേക്ക് നമുക്കൊരു ഇഷ്ടം തോന്നും, ഒരു ചായ വരും. കിട്ടുന്നിടത്തേക്ക് ചായുന്നതിന് മുമ്പ് തരുന്നത് ആരാണെന്ന് മനസ്സിലാക്കണം. അതാണ് പ്രധാനം. രവീന്ദ്ര സാർ നിന്നെ അംഗീകരിക്കുന്നത് നിനക്ക് വേണ്ടിയാണോ അദ്ദേഹത്തിന് വേണ്ടിയാണോ എന്ന് നീ മനസ്സിലാക്കുക. എടാ, അത് അങ്ങേർക്ക് വേണ്ടിയാണ്. മീനാക്ഷിയുമായുള്ള നിന്റെ കല്യാണത്തിന് ദിവസം അങ്ങേര് കാട്ടിക്കൂട്ടിയതൊക്കെ നിനക്ക് അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ബാലനോടുള്ള ഒരു പകയുണ്ട്. ചിലപ്പോ പൂർണ്ണ മനസ്സോടെ ആയിരിക്കും അംഗീകരിക്കുന്നത്. പക്ഷേ അങ്ങേര് ഒരിക്കലും ബാലനെ അംഗീകരിക്കില്ല. ദേവമംഗലത്തെ നിന്നെയും നീയായിട്ടല്ല അദ്ദേഹം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിന്നെ അവരുടെ കുടുംബത്തിൽ ആളാക്കാനാ അയാളുടെ പ്ലാൻ. ആകാശേ, ബാക്കി എന്തും മറന്നോ, പക്ഷേ പേരുകൾ മറക്കരുത്. നാട് മറന്നാലും മൂട് മറക്കരുതെന്ന് കാരണവന്മാര് പറയും. ദേവമംഗലം എന്ന മരത്തിന്റെ മൂട്ടിലാ നീ ഉൾപ്പെടെയുള്ള എല്ലാവരും വളർന്നത്. ആ മൂട് മറക്കരുത്. രാമേട്ടൻ അച്ഛനു വേണ്ടിയാ സംസാരിക്കുന്നത്, എനിക്കറിയാം. എന്റെ വശം കാണുന്നില്ല. ഞാൻ ബാലന്റെ വശം പറയാന്ന് വെച്ചാ അതിനർത്ഥം നിന്റെ വശം പറയുന്ന സംബന്ധിച്ച് നീയും ബാലനും ഒന്നാ എന്റെ കണ്ണിൽ. നീ ഒരു കൊച്ചു ബാലനാ. ഇതൊരു കണക്കിന് നന്ന. ആനന്ദേട്ടന്റെ ബാലച്ചന്റെ പരിചയക്കാരെങ്കിലും കണ്ടാലും ഞാനാണെന്ന് മനസ്സിലാക്കില്ലല്ലോ. ചില സമയത്ത് എനിക്ക് ഒരു രക്ഷയില്ലാത്ത ബുദ്ധിയാ. നീ ഗോമതി സ്റ്റോറിൽ നിന്ന് പൊയ്ക്കോ. പക്ഷേ ഗോമതി സ്റ്റോറിന് പകരമായി വേറൊരു സ്റ്റോറുമായി വന്നാൽ കളി മാറും. ഈ നാട്ടിൽ സ്വന്തമായിട്ട് കട തുടങ്ങാൻ ആർക്കും അവകാശമുണ്ട്. ഈ ലോകത്തിലെ മുഴുവൻ പേർക്കും അവകാശമുണ്ട്. പക്ഷെ നിനക്ക് അവകാശമില്ല. ബാക്കിയുള്ളവർ കട തുടങ്ങിയാൽ അതവരുടെ ജീവിതമാണ്. നീ കട തുടങ്ങിയാൽ അത് ചതിയാണ്. ചതിക്ക് കൂട്ടു നിൽക്കുന്നു കരുതണ്ട. നിന്റെ ബാലനെ കരയിച്ച ഞാൻ അത് കൈയും കെട്ടി നോക്കിയിരിക്കുന്നു കരുതിയോ? നീ വെല്ലുവിളിച്ചാൽ ബാലൻ നിനക്കെതിരെ ഇറങ്ങില്ല. എന്റെ അങ്കിളിനോടും പറഞ്ഞേരെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ബാലിനെ തോപ്പിക്കാമെന്ന് നീ കരുതണ്ട.